നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു ഓയിൽ പേസ്റ്റസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ലാൻഡ്സ്കേപ്പാണ്. നമ്മളെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കാം. എന്നിട്ട് സ്കൈ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്കൈയിലൊരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും മേലെ ഡാർക്കായിട്ടും സ്കൈ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ ചെയ്യുന്നത് മേലെ ഡാർക്കും താഴോട്ട് വരുമ്പോൾ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇടയിലൊക്കെ ഞാൻ കണ്ടോ കുറച്ച് വൈറ്റ് സ്പേസ് വിടുന്നുണ്ട് കേട്ടോ. അതൊരു മേഘത്തിൻ്റെ ഒരു ക്ലൗഡിൻ്റെ എഫക്റ്റ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മേൽഭാഗത്ത് കുറച്ച് ഡാർക്ക് ആക്കുന്നുണ്ട്, താഴോട്ട് വരുമ്പോൾ അത് നമുക്ക് മെല്ലെ മെല്ലെ ലൈറ്റ് ആക്കിയിട്ട് വരികയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സ്കൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലീപ്പിൻ ഡയറക്ഷൻ തന്നെ നമ്മുടെ ഓയിൽ പേസ്റ്റസ് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ലാൻഡിൻ ഡയറക്ഷൻ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ സ്കൈ, ഗ്രൗണ്ട്, വാട്ടർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ലീപ്പിൻ ഡയറക്ഷൻ തന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. എങ്കിലേ നമുക്കൊരു സ്കൈയിൻ്റെ നല്ലൊരു എഫക്റ്റ് നമുക്കവിടെ കിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ഞാനൊരു നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു എൻഡ് ലൈൻ വരയ്ക്കണം. അതിന് ഹൊറിസോൺ ലൈൻ എന്ന് പറയും. അതായത് നമ്മുടെ എർത്തും സ്കൈയും കൂടി എൻഡ് ചെയ്യുന്ന ഒരു ലൈനാണ്. ആ ലൈൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് ബുഷസ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ബുഷ് നമ്മൾ ആദ്യം ഒരു ബ്ലൂ കളർ കൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്. കാരണം അത് നല്ല ദൂരത്ത് നിൽക്കുന്ന ബുഷസ് ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കുറച്ച് അവിടെ ബുഷുകളുണ്ട്, കുറച്ച് ചെടികൾ അങ്ങനെ ദൂരത്ത് നിൽക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുക, റിപ്രസെൻറ്റ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഒരു ഇലകളൊക്കെ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യില്ല. അതൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. ഒരു ദൂരത്തുള്ള സ്പേസ് ആയിട്ട് നമുക്ക് തോന്നില്ല. ദൂരത്തുള്ള ഒബ്ജക്റ്റ് പൊതുവേ നമ്മൾ പെയിൻറ്റിങ്ങിൽ കളറിങ്, ഡ്രോയിങ്, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡൾ കളേഴ്സാണ് യൂസ് ചെയ്യുക, ബ്ലൂ കളർ. അതുകൊണ്ട് നമ്മുടെ സ്കൈ ഒക്കെ കൂടുതലും ബ്ലൂ ആയിട്ട് കാണുന്നത്. ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളർ, അങ്ങനെ ഡിമ്മായിട്ട് ഡള്ളായിട്ടുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാനവിടെ ബുഷസൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ സ്കൈയിൽ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്, ഒരു സൂര്യൻ്റെ ചെറിയൊരു എഫക്റ്റൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ എടുത്തിട്ട് ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ പ്യൂർ വൈറ്റ് ആക്കി വിടാതെ താഴ്ഭാഗത്ത് കുറച്ചൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട്, ഒരുപാട് ഡാർക്കായിട്ടല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ ഒരു ഗ്ലേസിങ് പോലെ ഒരു ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ബ്ലൂ അതിൻ്റെ മേലേക്കൊക്കെ ഒന്ന് കുറച്ച് കയറ്റി ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൈറ്റായിട്ട് ചെയ്തിട്ടാണ് ഒരു ക്ലൗഡിൻ്റെ എഫക്റ്റ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ആ കളർ കൊടുത്തപ്പോൾ നമുക്ക് ആ സ്കൈ കുറച്ചും കൂടി കളർഫുള്ളായി. അവിടെ ഒരു കളർ വേരിയേഷൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കുറച്ചും കൂടി അവിടെ എടുത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലുള്ള ടെക്നിക്കൊക്കെ നമുക്ക് സ്കൈ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ശേഷം ഞാനൊരു വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും നല്ല ഹാർഡായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സ്മൂത്തായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്ത് ചെയ്താൽ ആ ഒരു കളർ, നേരത്തെ ചെയ്ത കളർ ബ്ലെൻഡായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ക്ലൗഡിൻ്റെ എഫക്റ്റ്, ക്ലൗഡൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര സ്മൂത്തായിരിക്കും, നല്ല പഞ്ഞി കെട്ട് പോലെയല്ല ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ക്ലൗഡിൻ്റെ എഫക്റ്റ് നല്ല സ്മൂത്താക്കാൻ വേണ്ടി, സ്കൈ ആക്കാൻ വേണ്ടിയിട്ട്, കുറേ ക്ലൗഡൊക്കെ നിൽക്കുന്ന സ്കൈ അല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ സ്കൈ ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് എവിടെയെങ്കിലും ഹാർഡായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് നല്ല ലൈറ്റ് നിൽക്കുന്ന ഒരു സ്കൈ പോലെ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. പിന്നെ ആ ബുഷ് ഒരു ബ്ലൂ കളർ എടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി ഞാൻ ഹൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ. കുറച്ച് ചെടികൾ നല്ല ദൂരത്ത് നിൽക്കുന്നത് പോലെ. അധികം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിടാൻ മാത്രമേ പാടുള്ളൂ. ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതോറും അത് നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ദൂരത്ത് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നല്ല ഡിസ്റ്റൻസിലാണ് അത് നിൽക്കുന്നത് എന്ന് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡൾ കളർ യൂസ് ചെയ്യുക. അധികം ഡീറ്റെയിലിംഗ് ഇടാതെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ സ്കൈ കാണാൻ നോക്കിയാൽ നല്ലൊരു ഭംഗിയില്ലേ. ആ സ്കൈക്ക് തന്നെ അവിടെ നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ആ താഴെയുള്ള സ്കൈയും നമ്മുടെ അടുത്തുള്ള സ്കൈയും ലോങ് ഡിസ്റ്റൻസിലുള്ള സ്കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ. ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ബുഷിന് മേലെ കൂടെ കുറച്ചൊരു വയലറ്റ് കളറും കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലൂ ആയി തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വയലറ്റ് കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്രൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. നല്ല പച്ചപ്പുള്ള ഗ്രൗണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു പാടം അല്ലെങ്കിൽ നല്ല പുൽമേട്, പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശം, ആ ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ നടുക്കൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം യെല്ലോ കളർ വെച്ചിട്ടാണ് ലൈറ്റ് കളർ നമ്മൾ കൊടുക്കുന്നത്. യെല്ലോ കളർ വെച്ചിട്ടാണ് ആ പുഴൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പെൻസിലോ കാര്യങ്ങളോ സ്കെച്ചിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് ഓയിൽ പേസ്റ്റസ് വെച്ചിട്ട് തന്നെയാണ് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളറിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും തളർത്ത് നിൽക്കുന്ന ഇലകൾ അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം അടിക്കുന്ന ആ പ്രദേശം
പ്രദേശം അവിടെയൊക്കെ നമ്മൾ യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലൈറ്റ് ടൂൺ എന്നാണ് അതിന് പറയുക. 3 സ്റ്റെപ്പാണുള്ളത്, നിങ്ങൾക്കറിയാലോ. ലൈറ്റ് ടൂൺ, മിഡിൽ ടൂൺ, ഡാർക്ക് ടൂൺ. അപ്പോൾ ലൈറ്റ് ടൂണിന് വേണ്ടിയിട്ട് യെല്ലോ, മിഡിൽ ടൂണിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ടൂണിന് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് അത് ലാസ്റ്റിലോട്ട് വരും, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ മിഡിൽ ടൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്? ലൈറ്റ് ഗ്രീൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യെല്ലോയിൻ്റെ മേലെ കൂടെ യെല്ലോയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് മിഡിൽ ടൂൺ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടേക്ക് ഇതേപോലെ സൈഡിലും, അപ്പോൾ പുഴയുടെ സൈഡിലും ആ കുറച്ച് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഫോർഗ്രൗണ്ട്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗ്രൗണ്ട് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് ഫോർഗ്രൗണ്ട് കുറച്ചും കൂടി എന്തായിരിക്കും? ഡീറ്റെയിൽഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ആ പുഴയുടെ സൈഡ് ഭാഗത്ത് കൂടെ കുറച്ചും കൂടി ഡാർക്ക് ടൂൺ കൊടുക്കുന്നുണ്ട്. കാരണം ആ പുഴയുടെ തിട്ട് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പുഴ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ആ വെള്ളവും അവിടെ ചെറുതായിട്ടൊരു ചായ്പ് പോലെ കുറച്ച് ഇതുണ്ടാവുമല്ലോ, ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു ആഴം അവിടെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ആ ഡിസ്റ്റൻസോട് സ്പേസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചൊരു ഡാർക്ക് ടൂൺ കൊടുക്കുന്നുണ്ട്. അതിന് ഡാർക്ക് ഗ്രീൻ കൊടുത്തു. അതിൻ്റെ മേലെ കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്ലൂവോ വയലറ്റോ കളറൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇവിടെയുമായിട്ട് കുറച്ച് പച്ചപ്പൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോർഗ്രൗണ്ടിൽ നമ്മൾ ഇതേപോലെ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതല്ലോ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അത് ദൂരോട്ട് പോകുന്തോറും, എത്രത്തോളം ദൂരോട്ട് പോകുന്നു അത്രത്തോളം നമ്മുടെ കണ്ണിനത് ബ്ലറായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. കളറൊക്കെ ആണെങ്കിൽ ഡൾ കളറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചെടികളൊക്കെ ആണെങ്കിലും മരങ്ങളൊക്കെ ആണെങ്കിൽ അത് ബ്ലറായിക്കൊണ്ടിരിക്കും. ദൂരത്തുള്ള ട്രീസോളോ ചെടികളൊക്കെ ആണെങ്കിൽ അവിടെ കുറേ പച്ചപ്പുള്ളത് പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരു ബേസിക് ഷേപ്പ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റിക് മൈൻഡിലൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ നിന്ന് എടുത്ത് ഇതേപോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും, പറഞ്ഞ് വരയ്ക്കാനായിട്ട് പറ്റും. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ടിന് കുറേ ഞാൻ ഗ്രീന് കൊടുക്കുന്നുണ്ട്. മറ്റേ ബാക്ക്ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് ഇവിടെ ഈ ഗ്രൗണ്ടിന് കുറേ ഗ്രീന് കൊടുക്കുന്നുണ്ട്, കുറേ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറേ അതിലെ ഡീറ്റെയിലും ബുഷസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അവിടെ തിട്ട് പോലെ ഒരു ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടും ആ വാട്ടറിൻ്റെ പോർഷൻ, ഒരു പുഴയുടെ പോർഷൻ, പുഴ കനാൽ എന്നൊക്കെ പറയും, അത് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഒരു സെപ്പറേഷൻ വന്നില്ല. അത് കുറച്ചും കൂടി നമ്മുടെ പുഴയാണെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ വാട്ടറിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ പോർഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വേണം ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സ്കൈ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലൈറ്റായിട്ടുള്ള ബ്ലൂ യൂസ് ചെയ്യുക. ഇതേപോലെ ഓയിൽ പേസ്റ്റ് നന്നായി രീതിയിൽ ചെരിച്ച് വെച്ചിട്ട് വാട്ടറിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കുക. എന്ന് കണ്ടല്ലോ, ജസ്റ്റ് ലൈറ്റ് കളറേ വരാനായിട്ട് പാടുള്ളൂ. നല്ല തെളിഞ്ഞ ആകാശമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം വളരെ തെളിഞ്ഞിട്ടായിരിക്കും നിൽക്കുക, അല്ലെ, നല്ല വൈറ്റ് കളറായിരിക്കും. സോ വളരെ ലൈറ്റായിട്ട് ചെയ്യുക. ശേഷം ആ ഗ്രൗണ്ടിൻ്റെ ഷാഡോസ് കുറച്ച് ഗ്രൗണ്ടിലേക്ക് നിൽക്കുന്നത് പോലെ ഞാൻ കണ്ടോ, ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് റിഫ്ലക്ഷൻ പോലെ ജസ്റ്റ് വാട്ടറിലേക്ക് ചെയ്തിട്ടു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ ഓരോ ഓളങ്ങൾ പോലെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇത്ര മാത്രം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും വാട്ടർ കളർ ബ്ലൂ കളർ എടുത്തിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. എല്ലാവരും ചെയ്യുന്ന ബേസിക് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം ഞാനൊരു ബ്ലാക്ക് എടുത്തിട്ട് കുറേ ട്രീസ് വരച്ച് കൊടുക്കുന്നത്. ഇതേപോലെ പച്ചപ്പ് പാടത്തൊക്കെ ഉള്ള ഒരു ട്രീ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കോക്കനട്ട് ട്രീസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പന എന്നൊക്കെ പറയുന്ന ഒരു ട്രീ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, പിന്നെ കുറച്ച് അതിൻ്റെ ലീഫിൻ്റെ പോർഷൻ അല്ലേ, ലീഫിൻ്റെ പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഡാർക്ക് ഗ്രീനും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ ആ ഡാർക്ക് ഗ്രീൻ കുറച്ചും കൂടി അതിൻ്റെ ഉൾഭാഗം കുറച്ചും കൂടി അവിടെ ഡെപ്ത് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു വയലറ്റ് കളർ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ ട്രീസ് നമ്മൾ ഇതേപോലെ വരയ്ക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കുക. ഇനി വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ പേഴ്സ്പെക്റ്റീവ് റോൾ എന്ന് പറയും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ട്രീ എപ്പോഴും വലുതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ദൂരോട്ട് പോകും തോറും അത് ചെറുതായി വരും, അല്ലെങ്കിൽ ബ്ലറായിട്ട് വരും. ഈ രണ്ട് എഫക്റ്റ് നമ്മൾ എപ്പോഴും ഓർമ്മ വെക്കണം. കണ്ടോ, ഞാൻ ഒരു ട്രീ വലുതാക്കി വരച്ചു, ഒരെണ്ണം ചെറുതാക്കി വരച്ചപ്പോൾ തന്നെ ആ ഫീലിംഗ് നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണം നമ്മുടെ അടുത്താണ്, കുറച്ചും കൂടി ദൂരത്തായിട്ടാണ് അടുത്തത്, അല്ലെങ്കിൽ കുറച്ചൊരു ദൂരത്തായിട്ടാണ് അടുത്തത് എന്നൊരു ഫീൽ അവിടെ വരുന്നത് കണ്ടോ. ഇനി ഞാൻ എൻ്റെ ഇടയിൽ ഒരെണ്ണം കുറച്ചും കൂടി കുഞ്ഞതായിട്ട് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
നോക്കിയേ, ഞാൻ വളരെ കുഞ്ഞതായിട്ട് ഒരെണ്ണം അധികം ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഇല്ലാതെ വരച്ചപ്പോൾ നോക്കിയേ, അത് ഈ 2 ട്രീനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബാക്കിലാണ് എന്നുള്ള തോന്നൽ അവിടെ വന്നു അല്ലേ. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, ഒരു പരന്ന പേപ്പറിലാണ് നമ്മൾ ഈ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബ്യൂട്ടിയാണ്, അതിൻ്റെ ഈ ഒരു റൂൾസ് കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്പേസ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ റൂള് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ്, പഠിച്ച് വരയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കി വരയ്ക്കുക എന്നുള്ളതാണ് ലാൻഡ്സ്കേപ്പ് പോലെയുള്ള പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് കാണുന്നത് എപ്പോഴും വലുതായിട്ട് വരയ്ക്കുക, ദൂരത്തോട്ട് പോകും തോറും കുഞ്ഞതായിട്ട് വരയ്ക്കുക അല്ലെങ്കിൽ ബ്ലറായിട്ട് വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് വരയ്ക്കുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ടും, ഏറ്റവും ഡീറ്റെയിൽ കൊടുക്കുന്നത് ഒബ്ജക്റ്റ് എപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ടും, ഒരുപാട് കുഞ്ഞതായിട്ട് വരയ്ക്കും തോറും ദൂരോട്ട് പോകുന്നതായിട്ടും ബ്ലറായിട്ട് തോന്നും വേണം. ദൂരത്തുള്ള ഒബ്ജക്റ്റിന് ഒരുപാട് വലുതായിട്ട് വരയ്ക്കാൻ പാടില്ല, ഒരുപാട് ഡീറ്റെയിൽഡ് കൊടുക്കാനായിട്ട് പാടില്ല. കുഞ്ഞതായിട്ട് വരയ്ക്കണം ആൻഡ് ബ്ലറായിട്ട് വരയ്ക്കണം. ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൻഡ് വാട്ടറിലേക്ക് വരുന്ന റിഫ്ലക്ഷൻ കൊടുക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വാട്ടർ റിഫ്ലക്ഷൻ എപ്പോഴും 90 ഡിഗ്രി ആംഗിളായിരിക്കും ഉണ്ടായിരിക്കുക. നേരെ താഴ്ഭാഗത്തായിരിക്കും വാട്ടർ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുക. നേരെ താഴ്ഭാഗത്തായിട്ട് ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്, അപ്പോൾ ആ ഒഴുക്കിലുള്ള ഓളങ്ങൾ ഉണ്ടായിരിക്കും. ഓളങ്ങൾ പൊങ്ങി വരുന്ന അവിടെ വൈറ്റ് പേസ് ആണ് കാണും. അപ്പോൾ ഓരോരോ ലൈൻ വിട്ട് 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 വേണം റിഫ്ലക്ഷൻസ് വരയ്ക്കാനായിട്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ അത് കറക്റ്റ് മെത്തേഡിൽ കറക്റ്റ് ടൈമിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. അല്ലാതെ ജസ്റ്റ് ഒരു ലൈൻ താഴോട്ട് വരച്ച് വെച്ചാൽ ഒരിക്കലും അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ തോന്നും, പക്ഷേ കുറച്ചും കൂടി ഒരു നല്ല റിസൾട്ട് അന്ന് വിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വൈറ്റ് പേസ് വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ കിട്ടും. ആ വെള്ളത്തിന് കുറച്ചും കൂടി ഒരു ഭംഗി അതിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെള്ളമാണെന്ന് എഫക്റ്റ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ബുഷസ് വരച്ചു കൊടുക്കുക, നേരെ താഴ്ഭാഗത്തോട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ വരച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ ആ വെള്ളത്തിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി നമുക്ക് അവിടെ ഫീൽ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള ഗ്രൗണ്ടിലൊക്കെ സമയത്ത് നോക്കിയാൽ പാടങ്ങളിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, വെള്ളം കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് പോലെയുള്ള ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ഇതേപോലെ പുഴയൊക്കെ ഒഴുകിപ്പോയി നല്ല വാട്ടർ കണ്ടൻ്റൊക്കെ ഉള്ള ഏരിയകളിൽ. അപ്പോൾ അതേപോലെ അവിടെ കുറച്ച് വെള്ളം ആ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് എന്നൊരു ഫീൽ കണ്ടോ അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനും ആ ദൂരത്ത് വരച്ചിട്ടുള്ള ആ ട്രീസിൻ്റെ റിഫ്ലക്ഷനും കൂടി അവിടെ വരച്ചപ്പോൾ ആ ലാൻഡിൽ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിന് കൂടുതൽ ഭംഗി കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഇനി ലാൻഡ്സ്കേപ്പൊക്കെ കാണുന്ന സമയത്ത്, പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ആ ലാൻഡ്സ്കേപ്പിൽ പോകുന്ന പോലെയുള്ള ഒരു ഫീലിലിരുന്നിട്ട് നല്ല ആസ്വദിച്ചിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ എൻജോയ് ചെയ്തിരുന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. ആ വെള്ളം ഒഴുകി പോകുമ്പോൾ അതിൻ്റെ ഫീൽ, ആ വെള്ളത്തിൻ്റെ ഓളങ്ങൾ, ആ വെള്ളം ഒന്ന് ജസ്റ്റ് എന്താ പറയുക, കുട്ടികളൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ വെള്ളത്തിൽ നമുക്ക് കളിക്കാൻ തോന്നും. വെള്ളമൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ തോന്നും. അല്ലെങ്കിൽ അതിൽ ചെറിയ തോണിയൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. ഒരു തോണി അതിൽ കൂടെ ഒഴുകി വരുന്നത് പോലെ ഒരു ലാൻഡ്സ്കേപ്പ് ഇതേപോലെ പുൽമേട്ടിലൂടെ നടക്കുന്ന സമയത്ത് അതിൽ കുറേ പുല്ലുണ്ടായിരിക്കും. കുറേ പുല്ലൊക്കെ നമ്മുടെ കാലിലും മേലത്തേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കുറേ പുല്ല് വരച്ചു കൊടുക്കാം, കുറച്ച് ചെറിയ പുല്ല് വരയ്ക്കാം, കുറച്ച് വലിയ ഇതേപോലെയുള്ള ബുഷസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് പറ്റുക. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിൽ കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യും? നമ്മുടെ കാലിൽ കുറേ പുല്ലിങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എത്ര നന്നായിട്ട് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലായോ? അല്ല, ആ പുല്ലപ്പം നമുക്ക് അതേപോലെ വരച്ചു കൊടുക്കാം. ഇനി ദൂരത്ത് കുറേ പക്ഷികളിനെ വരച്ചു കൊടുക്കാം അല്ലേ? ഞാൻ കുറേ കോക്കനട്ട് ട്രീസും കൂടി വരയ്ക്കുന്നുണ്ട് കേട്ടോ. കുറേയും കൂടി ഇതേപോലെ ട്രീ ഒക്കെ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ ഐഡിയാസിനെ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പുറത്തോട്ട് ഇതേപോലെയുള്ള പുൽമേടുകൾ അല്ലെങ്കിൽ പാടങ്ങളിലേക്ക് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഒബ്സർവ് ചെയ്ത് വെക്കുക. അവിടെ നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രീ ആയിരിക്കും. ആ ട്രീ വന്നിട്ട് വീട്ടിൽ വന്ന് ഇരുന്ന് വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ലൈഫ് സ്റ്റഡിയോട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇതിൽ ലൈഫ് സ്റ്റഡി എന്നാണ് പറയുക. സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ സ്കൈയിൽ ഞാൻ കുറേ കാക്കകൾ, കുറേ പക്ഷികൾ ഇങ്ങനെ പറന്ന് വരുന്നത് പോലെ ചെറുതായിട്ട്, ഒരുപാട് വലുതായിട്ട് വരയ്ക്കാൻ പാടില്ല. പിന്നെ ബിഗിനേഴ്സ് എപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, സ്കൈയിലൊക്കെ ചെയ്യുമ്പോൾ വലുതായിട്ട് വരയ്ക്കും അങ്ങോട്ട്. അങ്ങനെ ഒരിക്കലും പക്ഷികളൊക്കെ വരയ്ക്കുമ്പോൾ വളരെ കുഞ്ഞതായിട്ട് വരയ്ക്കാനായിട്ട് പാടുള്ളൂ.
ഇനി നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ കോക്കനട്ട് ട്രീ ഞാൻ വരച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈ പെർസ്പെക്റ്റീവ് റൂൾ മനസ്സിലാവും. ഒരു കോക്കനട്ട് ട്രീ നമ്മുടെ ഏറ്റവും അടുത്ത് വരച്ചപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന കോക്കനട്ട് ട്രീ അല്ലെങ്കിൽ ആ പന പോലെയുള്ള ട്രീസ് എല്ലാം ബാക്കിലായി പോയി. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇതിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ട്രീ ഏതാ? നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരച്ചിട്ടുള്ള ആ ഒരു ട്രീ ആണല്ലേ, അതാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. എന്താ ഞാൻ ചെയ്തത്? കുറച്ചും കൂടി ബിഗ് ആയിട്ട് വരച്ചു. അടുത്ത മറ്റുള്ള എല്ലാത്തിനെയും അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി ഞാൻ ഡീറ്റെയിലിൽ കൊടുത്തു. അതിൻ്റെ ഓരോ ഇലകളും ഇങ്ങനെ ഓരോ ലീഫുകളും ഇങ്ങനെ എടുത്ത് വരച്ചു കൊടുത്തു. അതിന് ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ എഫക്റ്റ് കൊടുത്തു. കുറച്ചും കൂടി ബിഗ് ആയിട്ട് വരച്ചു. അപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം ബാക്കിലാക്കിക്കൊണ്ട് അത് കുറച്ചും കൂടി ഫ്രണ്ടിലായി. കണ്ടോ, ഇതിനാണ് പെർസ്പെക്റ്റീവ് റോൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലിയ റിസൾട്ടാണ്. മനസ്സിലായോ? അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ താഴെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വരയ്ക്കുമ്പോൾ കണ്ടോ, ഓരോ ലൈൻ വിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റ ലൈനല്ല, അങ്ങനെ വിട്ട് വരയ്ക്കുമ്പോൾ നോക്കി ആ കുറച്ചും കൂടി ആ വെള്ളത്തിൻ്റെ എഫക്റ്റ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ആ വെള്ളം അങ്ങനെ ഓളങ്ങൾ പോലെ തോന്നും നമുക്ക്. അങ്ങനെ വെള്ളം ഇളകി ഒഴുകുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് ഈസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഏറ്റവും വലിയൊരു ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കിയേ, ഇപ്പം കുറച്ച് മുന്നേ വരെ വലുതായിട്ട് ഇരുന്ന കോക്കനട്ട് ട്രീ ഇപ്പം എന്തായി? കുറച്ച് ചെറുതായി ഇല്ലേ? ആ കോക്കനട്ട് ട്രീ നോക്കിയാൽ കുറച്ച് ബാക്കിലായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ലേ? ഇപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരച്ച കോക്കനട്ട് ട്രീ അല്ലേ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, കുറച്ച് സ്പേസ് കൂടുതലായില്ലേ? കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടിയില്ലേ? നമ്മുടെ ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടി ബിഗ് ആയില്ലേ? ഒരു ചെറിയ സ്പേസിൽ തന്നെ എത്രയും വലിയൊരു ലാൻഡ്സ്കേപ്പാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലായോ? സോ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഓരോ മെത്തേഡ് ടെക്നിക്സുകളും മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡ്രോയിങ് നിങ്ങൾ നിർബന്ധമാണ് ഈ റൂൾസ് എല്ലാം മനസ്സിലാക്കുക. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. വെരി ഓൾ ദി ബെസ്റ്റ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.